ചാനൽ ക്യാമറ കാണുമ്പോൾ മാന്യത എന്നാൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മാന്യത എന്നാൽ ഇൻസ്ട്രുമെന്റ് ഉണ്ട്. മാന്യത എന്നാൽ സർക്കാരിന് വിരുദ്ധമായി പ്രതികരിക്കാതിരിക്കുക, സർക്കാരിന് അനുകൂലമായ നിലപാടെടുക്കുക, സർക്കാരിനെ ചോദ്യം ചെയ്യാതിരിക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ അനുവദിച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുക എന്നുള്ളത്. ബിജു മാർക്സിസ്റ്റ് മാടമ്പി ഏകാധിപത്യ സമീപനത്തിൻ്റെ ആളായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഭരണഘടനാ സ്ഥാപനങ്ങളോട് അല്പപ്പോലും മര്യാദ കാണിക്കണമെന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെ എന്തിനേയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ വാക്കുകൾ കൊണ്ട് വിമർശിക്കാമെന്നുള്ള അവസ്ഥയിലാണ്. ഇതൊക്കെ അങ്ങേയറ്റം ഗതികേടാണ് ബിജു. ഈ കേരളത്തിൽ ഭരണഘടനയിൽ തൊട്ട് അധികാരത്തിലിരിക്കുന്ന ഒരു മന്ത്രിസഭയുടെ പ്രതിനിധിയായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഈ ഭരണഘടനാപരമായിട്ടുള്ള അധികാരം തന്നെയാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുള്ളത്. ആ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇതിൽ ഇടപെട്ടിരിക്കുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തിന് ഇല്ലാത്ത ഒരു അധികാരവും അദ്ദേഹം ചെയ്തിട്ടില്ല. നിങ്ങൾ ഈ വിദേശ വനിതയുടെ ശവസംസ്കാരം നടത്താൻ വേണ്ടി നിശ്ചയിച്ച ദിവസം ഹൈക്കോടതി പോലും അവധിയായിട്ടുള്ള ദിവസമാണ്. തലേ ദിവസമാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. ഹൈക്കോടതി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങി നിങ്ങൾക്ക് തരുമായിരുന്നു. അങ്ങനെ എല്ലാം സൗകര്യങ്ങൾ എല്ലാം അടച്ചതിന് ശേഷമാണ് നിങ്ങൾ ഈ പണി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ തന്നെ സമീപിക്കേണ്ടി വന്നത്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഈ വിഷയത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ വിദേശ വനിതയുടെ ലൈഫിനും അതോടൊപ്പം തന്നെ പ്രോപ്പർട്ടിക്കും സംരക്ഷണം നൽകേണ്ടതാരാ? ഈ രാജ്യമാണ്. ഈ രാജ്യത്ത് ഇവിടുത്തെ സംസ്ഥാനമാണ്. കളക്ടറുടെ നിരീക്ഷണത്തിലാണ് ഈ കേരളത്തിൽ തിരുവനന്തപുരത്ത് വരുന്ന എല്ലാ വിദേശികളും കളക്ടറുടെയും കമ്മീഷണറുടെയും നിരീക്ഷണത്തിലാണ്. അങ്ങനെ അവരുടെ നിരീക്ഷണത്തിലിരിക്കുന്ന ഒരു വനിതയുടെ ശവശരീരമാണ് നിങ്ങൾ 35ാമത്തെ ദിവസം കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരാതി നിങ്ങൾക്ക് കിട്ടിയപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയായിരുന്നു, നിങ്ങളുടെ DGP ഉൾപ്പെടെയുള്ളവർ. അങ്ങനെ ഒരു കൊലപാതകം, ഒരു ബലാത്സംഗം ഒരു വിദേശ വനിതയ്ക്ക് ഇതുണ്ടായി. നിങ്ങൾ ഐറിഷ് പത്രങ്ങളിൽ വന്ന വാർത്തകൾ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ പോകുന്നത് അപകടമാണ്. ഇന്ത്യയിൽ ഒരു വിദേശിയെ ക്കെതിരെ കേസെടുക്കാൻ തയ്യാറാവുന്നില്ല. വിദേശികൾ തന്നെ അവരുടെ ബന്ധുക്കൾ തന്നെ അന്വേഷിക്കേണ്ട ഗതികേടാണ് ഇന്ത്യയിലുള്ളത്. നിങ്ങൾ ഇന്ത്യയെ അവമാനിച്ചിരിക്കുക, കേരളത്തെ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട അവസ്ഥയിൽ എത്തിച്ചിരിക്കുക. ഈ സാഹചര്യമാണ് മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ ഉയർത്തിയത്. അതോടൊപ്പം തന്നെ അവരുടെ ഭർത്താവിനെ ഭ്രാന്തനാക്കി നിങ്ങൾ. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉയർത്തിയപ്പോഴാണ് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞത് നിങ്ങൾ ആ ശവശരീരമെങ്കിലും സൂക്ഷിക്കണം. അതെങ്കിലും ഭാവിയിൽ ഐറിഷ് സർക്കാർ അവിടുത്തെ എംബസി വഴി ഒരു അന്വേഷണത്തിന് ആവശ്യപ്പെട്ടാൽ, ഇന്നും ഐറിഷ് പത്രങ്ങളിൽ ഇവിടുത്തെ അന്വേഷണത്തിനോടുള്ള അസംതൃപ്തിയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു അന്വേഷണം ഭാവിയിൽ വന്നാൽ കാണിച്ചു കൊടുക്കാൻ ശവശരീരമെങ്കിലും വേണം. ഞാൻ ചോദിക്കട്ടെ ബിജു, നിങ്ങൾ കത്തിച്ചു ഈ സ്ത്രീയുടെ ഭർത്താവ് നിങ്ങൾക്ക് ഒപ്പിട്ട് തന്നിട്ടുണ്ടോ? ആ ഭർത്താവ് ഇന്നും അവരുടെ ട്വീറ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ സംസാരിക്കുന്നതും അസംതൃപ്തനാണ് എന്ന നിലയിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നിങ്ങൾക്ക് വഴങ്ങാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ നിങ്ങൾ ഭ്രാന്തനാക്കുന്നത്. മാത്രമല്ല ഇതിവിടെ തീരാൻ പോകുന്നില്ല ശ്രീ ബിജു. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രിയുടെ വിദേശകാര്യ വകുപ്പിൻ്റെ കൺസെൻറ്റ് വാങ്ങിയിട്ടുണ്ടോ? ഈ ഇന്ത്യയിലേക്ക് വന്ന ഒരു അതിഥിയെ നിങ്ങളിങ്ങനെ ആ ശവശരീരത്തെ ചുട്ടരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഐറിഷ് എംബസിയുടെ അംഗീകാരം വാങ്ങിയിട്ടുണ്ടോ? ഇതൊന്നും വാങ്ങാതെ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ആ ശവശരീരത്തെ ദഹിപ്പിച്ചത്? ആ ശവശരീരം ഇരുന്നാൽ എന്തിനാ പിണറായി വിജയൻ ഭയക്കുന്നതിന് ആ ശവശരീരത്തെ? മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ ബിജു സുരേഷിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി. മൃതദേഹം ദഹിപ്പിച്ചത് അവരുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണെന്ന് സർക്കാർ പറയുമ്പോൾ ഭർത്താവിന്റെ ഒപ്പ് വാങ്ങിയിട്ടില്ല, സമ്മതപത്രം വാങ്ങിയിട്ടില്ല എന്നുള്ള സുരേഷിന്റെ ആരോപണത്തിനുള്ള മറുപടി. ഒന്ന്, പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടെങ്കിൽ ആ ആശങ്ക ദൂരീകരിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റുണ്ട്. ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അവരോട് പറഞ്ഞത് ഈ ബോഡി കൊണ്ടുപോകാനാണ്. അതിനുള്ള മുഴുവൻ ചെലവും ഗവൺമെൻറ് വഹിക്കുമെന്നാണ്. അവരാണ് ഗവൺമെൻറ് രേഖാമൂലം എഴുതി നൽകിയത്. ഇപ്പോൾ സുരേഷ് ഉന്നയിച്ചത് ഇതൊന്നും നിയമം പാലിച്ചിട്ടില്ല. നിങ്ങൾ പ്രോപ്പർ ഏജൻസിയെ സമീപിക്കൂ. ആർക്ക് അഭിപ്രായ വ്യത്യാസം? ശരി, നിയമം പാലിച്ചിട്ടില്ല, നിങ്ങൾക്ക് മജിസ്ട്രേറ്റ് കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി ആരെങ്കിലും അവരെ കൈപിടിച്ച് കെട്ടി വെച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്യിച്ചിട്ടില്ല. ഇപ്പോൾ പ്രശ്നങ്ങൾ രാഷ്ട്രീയ. ഞാൻ ചോദിക്കട്ടെ, ഒരു വിദേശ വനിതയെ പോലും മുൻനിർത്തി ഈ രൂപത്തിലൊരു മരണപ്പെട്ട അവരെ പോലും മുൻനിർത്തി എത്ര നീചമാണ് ഈ BJP ഒക്കെ? എത്ര നീചമായിട്ടുള്ള ആക്ഷേപം! ആ നീചമായിട്ടുള്ള ആക്ഷേപത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പിന്നെ ഞാൻ എന്താ വിളിക്കുക? അംഗത്തൊന്ന് വിളിക്കണം? ഇതെന്താ രാജഭരണം?
ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. ഇവിടെ അവർക്ക് ബന്ധുക്കളുണ്ട്. ആ ബന്ധുക്കളുടെ എന്താ പറയുക സെന്റിമെന്റ്സ് അല്ലേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ആ ബന്ധുക്കളുടെ സെന്റിമെന്റ്സ് അല്ലേ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത്. അല്ല ഞാനതാ പറഞ്ഞു ഞാൻ പറഞ്ഞത് അതൊക്കെ അതിന്റെ പ്രശ്നം എന്നാണ്. നിങ്ങൾക്ക് അതിൽ വിമർശിക്കാം. യഥാർത്ഥത്തിൽ പരാതി കിട്ടിയാൽ കേസിലും ബലാത്സംഗ കേസിലും ബന്ധുക്കൾക്ക് എന്ത് പ്രസക്തി? പ്രോസിക്യൂഷൻ നടത്തുന്ന സ്റ്റേറ്റ് ഗവൺമെന്റാ. ഞാൻ പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ബന്ധുക്കളുടെ സെന്റിമെന്റ്സിന്റെ അതല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. എന്ത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്തിന് ഇക്കാര്യത്തിൽ ഇടപെടുന്നു? 2 സുരേഷ് നിയോ മാതൃഭൂമി ചാനൽ അല്ലല്ലോ. എന്റെ പ്രശ്നം എന്താ, ഈ 47 ദിവസം കഴിഞ്ഞൊരു ഡെഡ് ബോഡിയാണ്. ആ ഡെഡ് ബോഡിയുമായി ബന്ധപ്പെട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ IG റാങ്കിൽ നിൽക്കുന്നവരാണ്. അവർക്കറിയാം എന്തൊക്കെ സാധനങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. അതെല്ലാം അവർ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഫോറൻസിക് എവിഡൻസ്, അവരുടെ ശാസ്ത്രീയമായ പരിശോധന, അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇവർ ചാനൽ വന്നിരുന്ന ഇരിക്കട്ടെ. ആയിക്കോട്ടെ സുരേഷ്, ഞാൻ സുരേഷ് സംസാരിച്ചപ്പോൾ ഒന്നും ഇടപെട്ടിട്ടില്ല. അവിടെയാണ്. അപ്പോൾ വസ്തുതകളിലേക്ക് നമ്മൾ പോകണം. അവരെല്ലാം മണ്ടന്മാരൊന്നുമല്ല. IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥർ അവർ അന്വേഷിക്കും. എന്താണ് മരണകാരണമെന്ന് അവർ കണ്ടെത്തേണ്ടി വരും. അതിനാവശ്യമായിട്ട് ഈ ഒരു ബോഡിയിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം അവർ കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ ചീഞ്ഞു പോത്ത് കോമൺ സെൻസ് നമുക്കറിയില്ലേ. 47 ദിവസം 45 46 ദിവസമുണ്ട്. 2 അവർ പറയുന്നതിലൊക്കെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒന്ന് വിളിക്കണ്ടേ, ഒന്ന് ഗവൺമെന്റിനോട് ചോദിക്കണ്ടേ, അല്ലെങ്കിൽ അവരോട് ചോദിക്കണ്ടേ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായം, ഇങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ ബിന്ദുകൃഷ്ണ അദ്ദേഹം പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഒരു നോട്ടീസ് സർക്കാർ നൽകാൻ പോകുമ്പോൾ ആദ്യമായി കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടത് മരിച്ചുപോയ വിദേശ വനിതയുടെ ബന്ധുക്കളോട് അവരുടെ നിലപാട് എന്താണെന്നുള്ളതാണ്. BJP എന്താണോ ആരോപണം ഉന്നയിച്ചത് ആ ഒരു ആരോപണം ഏറ്റുപിടിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് അതെങ്ങനെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ നൽകുക? BJPയോ അല്ലെ മറ്റാരെങ്കിലും ഉന്നയിക്കുന്ന ആരോപണത്തെ ഏറ്റുപിടിക്കുക എന്നുള്ളതല്ല. അടിയന്തര സാഹചര്യങ്ങളിൽ മറുഭാഗത്തെ കേൾക്കാതെ തന്നെ ഉത്തരവ് കൊടുക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. കാരണം ഈ ഉത്തരവ് മറുഭാഗവും കൂടി കേട്ടതിന് ശേഷം ഇടുമ്പോഴേക്കും ആ ആവശ്യം നിവർത്തിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ, പെറ്റീഷനുകൾ ഇൻഫ്രക്റ്റേഴ്സ് ആകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ നിശ്ചയമായും കമ്മീഷൻ അടക്കമുള്ള ജുഡീഷ്യൽ ബോഡിക്ക് അതിൽ ഇടപെടാവുന്നതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ചോദിക്കുന്നു എന്തുകൊണ്ട് കമ്മീഷൻ വിളിച്ച് കേട്ടില്ല? ആ കമ്മീഷന് മുന്നിൽ ഈ പെറ്റീഷൻ, ഈ ഹർജി എത്തുന്ന സമയത്ത് അവിടെ ശവസംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. ചാനലുകളായ ചാനൽ മുഴുവൻ ബ്രേക്കിംഗ് ന്യൂസ്, പരാതി മനുഷ്യാവകാശ കമ്മീഷന് വന്നു. എന്തുകൊണ്ട് കേരള സർക്കാരിന് ഇത്രയും വിവാദമായ, ഇത്രയും പ്രശ്നങ്ങളുണ്ടായ, കേരളത്തിൻ്റെ അഭിമാനം തകർത്തൊരു വിഷയം ആയതുകൊണ്ട് തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നില്ലേ? ഒരു പക്ഷേ ഇവർ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് കേരളത്തിലെ ജനതയ്ക്കറിയാം. വീട്ടുകാർ, സഹോദരി പറഞ്ഞു, എഴുതി കൊടുത്തു, രേഖാമൂലം കൊടുത്തു, കത്തിച്ച് കളയൂ എന്നൊക്കെ പറയുന്നത് അവർക്ക് വിശ്വസിക്കാം. പക്ഷെ കേരളത്തിലെ ജനതയ്ക്ക് വിശ്വസിക്കാൻ കഴിയില്ല. വീട്ടുകാരുടെ സെന്റിമെന്റ്സ് പോലും മാർച്ച് 14 മുതൽ ആ കുടുംബാംഗങ്ങൾ അലഞ്ഞു നടന്നപ്പം ഈ സർക്കാരിന് തോന്നാത്ത സെന്റിമെന്റ്സ് എങ്ങനെയാ കൊല്ലപ്പെട്ട് ചീഞ്ഞളിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നുന്നത്? ഇവർക്ക് മനുഷ്യത്തെ തൊട്ട് തീണ്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തോന്നുമോ? ഇവരൊന്ന് വെയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇവർക്ക് കത്തിച്ച് കളയണമെങ്കിൽ പിറ്റേന്നാകാമായിരുന്നല്ലോ. എന്തെങ്കിലും സംശയം, ഇനി ഒരു പോസ്റ്റ്മോർട്ടത്തിലൂടെ എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ തീർക്കേണ്ടതല്ലേ? ഒതളങ്ങ കഴിച്ചു എന്ന് പറഞ്ഞു, മാനഭംഗ ശ്രമത്തിനിടെ ചെറുത്തുനിൽപ്പിനിടയിൽ കൊല്ലപ്പെട്ടതാണെന്ന് പറഞ്ഞു. എന്തെല്ലാം സ്റ്റോറീസാണ് ഈ കേസ് സംബന്ധിച്ചുണ്ടായത്? മാത്രമോ, മനുഷ്യാവകാശ കമ്മീഷനെ അങ്ങേയറ്റം അടച്ചാക്ഷേപിക്കുമ്പോൾ ഈ കേരളത്തിലെ പോലീസ് പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങി, തൊണ്ട തൊടാതെ വിഴുങ്ങിയിരുന്നുവെങ്കിൽ വരാപ്പുഴ കസ്റ്റഡി കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലുവ റൂറൽ SP പറഞ്ഞത് ശ്രീജിത്തിന്റെ ശരീരത്ത് കണ്ട മുറിവൊന്നും തന്നെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചുണ്ടായതല്ല, വീട്ടിൽ വെച്ച് വഴക്കുണ്ടായതാണെന്ന് വരെ പറഞ്ഞു വെച്ചു. അത് വെള്ളം തൊടാതെ ഇടപെടലാണ് അന്വേഷണം ഈ ഘട്ടത്തിലേക്കെങ്കിലും എത്തിച്ചത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ഇടയ്ക്ക് രാജധാനി 5 മിനിറ്റ് കൂടിയുള്ളൂ. ഇപ്പോൾ ശ്രീ ബിജു പറഞ്ഞത് ആവശ്യമായ എല്ലാ തെളിവുകളും കൃത്യമായ അന്വേഷണ സംഘം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, ആ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ ശിക്ഷിക്കാനാകുമെന്നുള്ളതാണ്. അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ്? ഈ ഒരു കേസിൽ അത്രത്തോളം തെളിവ് കിട്ടാനുള്ള സാധ്യതയില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും വിശ്വസിക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു കേസ് വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മേലാലെങ്കിലും
ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കട്ടെ ആർക്കും, പക്ഷേ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വിദേശ സിറ്റിസൺ ഇവിടെ ഉണ്ടാവുന്ന സമയത്ത് അവരുടെ ബോഡി ഇങ്ങനെ ധൃതി പിടിച്ചുള്ള കാര്യങ്ങൾ ചെയ്യരുത്. പ്രത്യേകിച്ച് മനുഷ്യാവകാശ കമ്മീഷന് നോട്ടീസ് കിട്ടിയതിന് ശേഷമെങ്കിലും അതനുസരിക്കാൻ ബാധ്യസ്ഥനാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. അപ്പോൾ അദ്ദേഹം അത് വയലേറ്റ് ചെയ്യുന്നത് പോലും ശരിയല്ല. ഒരു നിയമപരമായിട്ടുള്ള ഒരു അതോറിറ്റീനെ അദ്ദേഹം വയലേറ്റ് ചെയ്യുമ്പോൾ അതിന് മറുപടി അദ്ദേഹം കൊടുക്കേണ്ടി വരും. ഇത് മനുഷ്യാവകാശം എന്ന് പറയുന്നത് ജീവിച്ച് ഇരിക്കുന്ന ഒരാളുടെ മാത്രമല്ല, മരിച്ചുപോയ ഒരാളുടെയും അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ തെളിവ് കൊണ്ടുവരലൊക്കെ മറ്റുള്ള ആളുകൾ, അവരുടെ ഭർത്താവും അവരുടെ സഹോദരിയും ജീവിച്ചിരിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഡിയർ ആൻഡ് നിയർ ആണ് നമുക്ക് ഇവരൊക്കെ തന്നെ. അല്ലാതെ ഒരു ആരുമില്ലാത്ത അനാഥയാണോ ചോദിക്കണു. അവർ അനാഥ ആയിക്കോട്ടെ, എന്നാലും അവരുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഉത്കണ്ഠ ഉണ്ടാവില്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യമായ, കാരണം ജസ്റ്റിസ് ഞാൻ പറയട്ടെ, ജസ്റ്റിസ് വെറുതെ ചെയ്താൽ പോരാ, അത് ചെയ്തു എന്ന് കാണിക്കേണ്ട ഉത്തരവാദിത്തം കൂടി ഉണ്ട്. ജസ്റ്റിസ് നോട്ട് ഓൺലി ബി ഡൺ ബട്ട് സീംസ് ടു ബി ഡൺ എന്നാണ് കൃത്യമായിട്ടുള്ള ആപ്തവാക്യം. നമ്മളതാണ് അനുസരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു മാതൃകയായിട്ടെങ്കിലും എടുക്കുക. അതായത് ഇനി മേലാൽ ഇങ്ങനെ ചെയ്യരുത് എന്നതാണ് ഈ ഒരു സമയത്ത് ഏറ്റവും അധികം ചെയ്യേണ്ടത്. കാരണം നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ എവിഡൻസ് വളരെ അത്യാവശ്യമാണ് ഒരു ക്രിമിനൽ കേസിൽ. ഈ എവിഡൻസ് ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ ഒഫൻസും കൂടിയാണ്. ടാമ്പറിങ് ദ എവിഡൻസ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഏതൊക്കെ രീതിയിലാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിൻ്റെ ഉപദേശമാണോ മറ്റുള്ള ആളുകളുടെ ഇടപെടലുകളാണോ, നമുക്കിത് അവിശ്വസിക്കേണ്ടതായ കുറേ സംഗതികളുണ്ട് ഈ ഓഫീസേഴ്സിനൊക്കെ തന്നെ. കാരണം പലതും സംഭവിക്കുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും കറയറ്റ ആളുകളാണെന്നോ അല്ലെങ്കിൽ കറയുള്ള ആളുകളാണെന്നോ അല്ല പറയുന്നത്. എല്ലാത്തിലും എല്ലാതരം മനുഷ്യരുണ്ടാവാം. പക്ഷേ നീതി ചെയ്യുമ്പോൾ അത് നീതിപൂർവ്വം തന്നെ ചെയ്യേണ്ടതുണ്ട്. നീതിപൂർവ്വമായിട്ടുള്ള പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഈ സ്ത്രീക്ക് നല്ല വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. നിലവിലുണ്ട് താനും അഡ്വക്കേറ്റ് ആശ. ശ്രീ ബിജു, ഇതിപ്പോൾ കോടതിയിൽ നടപടികൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഈ പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവില്ല എന്ന് കോടതി പറയുകയാണെങ്കിൽ പിന്നെ എന്താണ് സർക്കാരിന് മുന്നിൽ പോംവഴി? ഇപ്പോൾ ഈ പറയുന്ന ഉറച്ച ശബ്ദം ആ ഘട്ടത്തിലും ഉണ്ടാകുമോ ബിജു? എല്ലാ തെളിവുകളും ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മൃതദേഹം ദഹിപ്പിച്ചു എന്നുള്ള വാദം അപ്പോൾ പറയാൻ സാധിക്കുമോ? ഒന്ന്, ഞാൻ ചർച്ചയിൽ നമ്മൾ മോശമായിട്ട് ശരിയല്ല. ഒന്ന് വസ്തുക്കൾ മറച്ചു വയ്ക്കല്ല, അല്ലെങ്കിൽ വസ്തു വിരുദ്ധമായിട്ട് ഞാൻ അനാഥയെന്ന് ചോദിച്ചെന്താ? അവർക്ക് ഇവിടെ ബന്ധുക്കളുണ്ട്, ആ ബന്ധുക്കൾ ആരെങ്കിലും കൊടുത്തോ? അല്ല, അപ്പൊ പിന്നെ അവരെന്താ പറഞ്ഞു? അനാഥരായ ആളുകളാണെങ്കിൽ പോലും സ്മൃതി, അവർക്കാർക്കും അങ്ങനെ അഭിപ്രായമില്ല. രാഷ്ട്രീയമായിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് രാഷ്ട്രീയമായ മറുപടി തരും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഉന്നയിക്കുന്ന, നിങ്ങളോ അഡ്വക്കേറ്റോ BJPയോ കോൺഗ്രസോ ഉന്നയിക്കുന്ന ഏത് രാഷ്ട്രീയ ആക്ഷേപങ്ങൾക്കും മറുപടി പറയാനുള്ള ശേഷി പിണറായി വിജയനുണ്ട്, ഈ ഗവൺമെൻറ്റുണ്ട്. ഞങ്ങളതൊന്നും മുതലേക്കെടുക്കില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ TV ചാനലാണോ തീരുമാനിക്കുന്നത്? ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ഉണ്ട്, ഇവിടെ ഒരു ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട്, ഇവിടെ നിയമ സംവിധാനമുണ്ട്. നീതി വേണ്ടത് ആർക്കാ? ജനങ്ങൾക്കാണ്. നീതി വേണ്ടത് ജനങ്ങൾക്കാണ്. അല്ല, ഞങ്ങൾക്ക് ഈ ഗവൺമെന്റ് മാൻഡേറ്റ് ഉണ്ട്. ഈ ഗവൺമെന്റ് സർക്കാർ ഇടപെട്ടിട്ടുള്ളത് പല വിഷയങ്ങളും, ഇപ്പോൾ നടക്കുന്ന പല വിഷയങ്ങളും. മാധ്യമങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ ആയിക്കോട്ടെ, മാധ്യമങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നീതി നിർവഹണവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ശരിയാണ്. അതിൽ ആരും ആക്ഷേപം ഉന്നയിച്ചില്ല. പക്ഷേ കോടതി നാളെ ഈ തെളിവുകൾ പര്യാപ്തമല്ല എന്ന് പറയുമ്പോൾ സർക്കാരിന് പിന്നെ എന്താണ് പോംവഴിയുള്ളത്? ഈ മൃതദേഹം നിങ്ങൾ പ്രധാനപ്പെട്ട തെളിവ് ദഹിപ്പിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താണ് തെളിവ്? 47 ദിവസം പഴക്കം. നിങ്ങളൊരു മാന്യതയോട് സംസാരിക്കണം. 47 ദിവസം പഴക്കമുള്ള ഒരു മൃതദേഹമാണ്. ആ മൃതദേഹത്തിനോട് നീതി കാണിക്കണ്ടേ? ഇവർ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്നതാണ് കേൾക്കേണ്ടത് ഗവൺമെന്റ്. ആ ഗവൺമെന്റ് പഴക്കമുള്ള മൃതദേഹങ്ങൾ നമ്മുടെ മോർച്ചറികളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിരുന്നോട്ടെ, അത് വെച്ചോട്ടെ, അത് വെച്ചോ, അതൊക്കെ വെച്ചിരിക്കുന്നത് നല്ലത്. അതങ്ങ് വെച്ചിരുന്നാ മതി. ബലാത്സംഗം ചെയ്യപ്പെട്ട് ഒരു മാസം ആ പൊന്തക്കാട്ടിൽ കഴിയുമ്പോൾ ഇല്ലാത്ത നീതി ഇനി 49 ദിവസം കഴിയുമ്പോൾ നൽകുന്ന ആ നീതി അത് നിലനിൽക്കട്ടെ. ഏതായാലും പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയോടെ ചർച്ചയെ അവസാനിപ്പിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.